മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി മതിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് NCP മണ്ണാർക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പരാതിപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി നഗരസഭയ്ക്ക് പരാതി നൽകി. ഈ ഡെങ്കി ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഓരോ കോളിയും ഡെങ്കി അവിടുന്ന് താലൂക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യാന്നല്ലാതെ ഇവിടെ ആരോഗ്യ പ്രവർത്തകർ വരിക ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോന്ന് പല വാർഡുകളിലും നിങ്ങൾ പോയി നോക്കുന്നില്ല. ഞാൻ പ്രത്യേകം പറയുന്നത് 19ാം വാർഡിൽ ഞാൻ അനുഭവിച്ചാണ്. പിന്നെ ഈ 5ാം വാർഡ് തൊട്ടിട്ട് ഈ റോഡ് സൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലത്തും മണ്ണാർക്കാട് നിങ്ങൾ താലൂക്കിൽ നിന്ന് എത്ര ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നോക്കണം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് ഓരോ വാർഡ് കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് ഡെങ്കികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ട് ആ രോഗിയുടെ വീട് സന്ദർശിക്കുകയും ആ വീടിന്റെ പരിസരത്ത് വെള്ളം കെട്ടി വെക്കുന്നുണ്ടോ അത് 19ാം വാർഡ് തൊട്ടിട്ട് ഞാൻ നിങ്ങൾ നോക്കിയതാണല്ലോ, ഇൻസ്പെക്ഷൻ ചെയ്താണല്ലോ. 19ാം വാർഡിൽ ഞാനുള്ള 19ാം വാർഡിൽ ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. 5ാം വാർഡിൽ ചെയ്തിട്ടില്ല. 5ാം വാർഡിലൊക്കെ ഫോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ഡെങ്കി ഉണ്ടാവുന്നത്? പരിശോധിക്കല്ലേ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടില്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ. ഹെൽത്തുകാർ പറയാതെ നമുക്ക് ഫോഗിങ് ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത് പറയാണ് ഇന്ന സ്ഥലത്ത് ഫോഗിങ് അങ്ങനെ വിളിച്ചില്ല. 19ാം വാർഡിൽ നിങ്ങൾ ഫോഗിങ് ചെയ്തിട്ടില്ല. പല വാർഡുകളിലും ഡെങ്കി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയാണ് നമുക്ക് ഇന്ന സ്ഥലത്ത് ഫോഗിങ് ചെയ്യണം. അവരാണ് ഇതിന്റെ കുറച്ചും കൂടി അത് നിങ്ങൾ മുൻകൈ എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഡെങ്കി വളരെയധികം കൂടിക്കണം. ഇപ്രാവശ്യം കൂടണം. അടുത്ത മാസമാണ് ഇത് കൂടേണ്ടത്. ഇനി ഇവിടെ ആളുകൾ കുറെ എണ്ണം മരിക്കുന്നവരെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നിലപാടെടുക്കുക. ഈ ഫോഗിങ് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ഇതിന്റെ മാനദണ്ഡ പ്രകാരം തന്നെ ആരോഗ്യ വകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം പല കാര്യങ്ങൾക്ക് വെള്ളമടക്കം നിങ്ങള് മഞ്ഞപ്പിത്ത ഇവിടെ കൂടി വരുന്നുണ്ട്. എന്റെ വീടിന്റെ അപ്പുറത്ത് 6 കുട്ടികൾക്ക് മഞ്ഞപ്പിത്ത. ഈ വെള്ള പരിശോധന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അത് ചെയ്യണം എന്നാ പറയുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ സുഖവിവരം അന്വേഷിക്കാൻ വിളിച്ച ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരോട് പ്രതിരോധ നടപടികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തന്റെ ഭാഗമല്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് സദക്കത്തുള്ള പടലത്ത് പറഞ്ഞു. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അവര് സാധാരണ എന്താ ചെയ്യുന്നത്? ഈ ഡെങ്കി താലൂക്ക് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ വിളിച്ചിട്ട് ചോദിക്കും എന്തായി വിശേഷങ്ങള്, കുഴപ്പമുണ്ടോന്ന്. ഒരു ആരോഗ്യ പ്രവർത്തകന് വീടുകളിൽ ചെല്ലുകയെ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ പരിശോധിക്കുകയെ അതുപോലെ ആ ഭാഗങ്ങളിൽ ഫോഗിങ് ചെയ്യേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പോരാത്തതിന് ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അഴുക്ക് ചാല് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് പല സ്ഥാപനങ്ങളിൽ നിന്നും അഴുക്കുവെള്ളം ഒഴുക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടും ഡെങ്കി ഉണ്ടാവും. ഇതിനൊന്നും പ്രതിരോധിക്കാതെ സാധാ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഒരു പ്രവർത്തനമായിട്ടാണ് നഗരസഭ പോകുന്നത്. നഗരസഭക്ക് ഇവിടെ ഇതൊന്നുമല്ല പണി. ആളുകൾ മരിച്ചു പോകണമെന്നും നഗരസഭക്ക് പ്രശ്നമില്ല. അവര് ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിലെ ബസ് സ്റ്റാൻഡില് ഇവിടെ ഒരു ഷെഡ് കെട്ടും, ഇതിന്റെ അപ്പുറത്തേക്ക് ഷെഡ് പൊളിക്കും. ആ പരിപാടി കൊണ്ട് മാത്രം നടക്കുകയാണ്. ഇത്ര കാലമായിട്ട് ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പോലും കൂടി ഉണ്ടാക്കിയിട്ടില്ല. MP അവരുടെയാണ്, MLA അവരുടെയാണ്, ചെയർമാൻ അവരുടെയാണ്. പക്ഷെ ഇപ്പോഴും ഒരു ദേശീയപാതയിലേക്ക് കുത്തനെ പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഉള്ളത്. ഇതാ ഈ കാണുന്ന ബിൽഡിംഗ് പൊളിക്കാൻ എന്നോ ഉത്തരവിട്ടിക്കണു. അത് പൊളിക്കാനും കൂടി കഴിവില്ല. ഇത് കൃത്യമായിട്ട് ഇവിടെ റോഡിന് ഇതിന്റെ ഒരു പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് നഗരസഭയുടെ ഭാഗമായിട്ട് ബസ് സ്റ്റാൻഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടുള്ള കളികളാണ്. ഈ കളികളല്ലാതെ ആളുകളെ സംബന്ധിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോകുന്ന ഡെങ്കി എന്ന് പറയുന്ന ഈ രോഗത്തിനെതിരെ മുനിസിപ്പാലിറ്റി ഒരുപാട് ഫണ്ടുകൾ മാറ്റിവെക്കുന്നതാണ് ആരോഗ്യ വകുപ്പ്. ഇത് കൃത്യമായിട്ട് ജാഗ്രത പാലിച്ച് ജനങ്ങളുടെ വിഷയമാണിത്, ആളുകൾ മരണപ്പെടും എന്നുള്ള ബോധ്യത്തോടെ മുനിസിപ്പാലിറ്റി ഇതിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ജനകീയ സമരങ്ങൾ ഇവിടെ ഉണ്ടാവും. CCN മണ്ണാർക്കാട്.